നമസ്കാരം. സ്പെയിനിലെ സെവൂത്തയിലേക്ക് അതിക്രമിച്ചു കടക്കാൻ ശ്രമിച്ച നൂറുകണക്കിന് കുടിയേറ്റക്കാരെ കലാപവിരുദ്ധ പോലീസ് തടഞ്ഞു. അതിർത്തിയിൽ നിന്ന് 3 കിലോമീറ്റർ അകലെയുള്ള കുന്നുകളിൽ തടിച്ചുകൂടിയ സംഘത്തെ പിരിച്ചുവിടാൻ പോലീസ് കണ്ണീർവാതകം പ്രയോഗിച്ചു. സോഷ്യൽ മീഡിയ വഴി ആസൂത്രണം ചെയ്ത കൂട്ടത്തോടെയുള്ള കടന്നുകയറ്റ ശ്രമത്തിന്റെ ഭാഗമായി 300ഓളം പേരെ മൊറോക്കൻ അധികൃതർ അറസ്റ്റ് ചെയ്തു. 2 ആഴ്ച മുമ്പ് ജൂലൈ 30-ന് 72,000-ലധികം ആളുകൾ നീന്തി സെവൂത്ത തീരത്ത് പ്രവേശിച്ച സംഭവത്തിൽ 145 പേർ മരണപ്പെട്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് പുതിയ നീക്കം. മൊറോക്കൻ മാധ്യമമായ ലെ 360 റിപ്പോർട്ട് പ്രകാരം സംഭവത്തിൽ 300 പേരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അറസ്റ്റിലായവരിൽ 46 പേർ മൊറോക്കൻ സ്വദേശികളും മറ്റുള്ളവർ സബ് സഹാറൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ളവരുമാണ്. സ്പാനിഷ് വാർത്താ ഏജൻസിയായ EFEയുടെ റിപ്പോർട്ട് അനുസരിച്ച് അതിർത്തിയിൽ നിന്ന് ഏകദേശം 3 കിലോമീറ്റർ അകലെയുള്ള കുന്നുകളിൽ കുടിയേറ്റക്കാർ ഒത്തുകൂടിയതിനെ തുടർന്ന് പോലീസ് കണ്ണീർവാതകം പ്രയോഗിച്ചു. സമീപമുള്ള കുന്നുകളിൽ നിന്ന് കലാപവിരുദ്ധ സേനയിലെ 100 കണക്കിന് ഉദ്യോഗസ്ഥർ മടങ്ങി വരുന്നത് മാധ്യമപ്രവർത്തകർ കണ്ടതായും റിപ്പോർട്ട് ചെയ്തു. ഓഗസ്റ്റ് 15-ന് സെവൂത്തയിലേക്കും മെലിയിലേക്കും കൂട്ടത്തോടെ കടക്കണമെന്ന് ആഹ്വാനം ചെയ്ത സന്ദേശങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലും ഓൺലൈൻ ഫോറങ്ങളിലും വ്യാപകമായി പ്രചരിച്ചിരുന്നു. സ്പെയിനിലെ പൊതു അവധി ദിനമായ ഓഗസ്റ്റ് 15-ന് സെവൂത്ത അതിർത്തി തുറന്നിരിക്കുമെന്ന തരത്തിലുള്ള സന്ദേശങ്ങളും പ്രചരിച്ചു. ഇതിനെ തുടർന്ന് അനധികൃത കടന്നുകയറ്റം തടയാൻ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിച്ചതായി മൊറോക്കോ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇത്തരം അജ്ഞാത സന്ദേശങ്ങളിൽ വീഴരുതെന്നും അതിർത്തി കടക്കൽ ജീവന് ഭീഷണിയാണെന്നും മൊറോക്കൻ ആഭ്യന്തര മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. അതിർത്തി കടക്കാൻ ശ്രമിക്കുന്ന സംഘങ്ങളെ പിരിച്ചുവിടാൻ മൊറോക്കൻ സുരക്ഷാ സേന ശക്തമായ നടപടി സ്വീകരിച്ചെങ്കിലും ചില ആഫ്രിക്കൻ കുടിയേറ്റക്കാർ മലനിരകളിലൂടെയുള്ള വഴികൾ ഉപയോഗിച്ച് സുരക്ഷാ ചെക്ക് പോസ്റ്റുകൾ മറികടന്ന് നീങ്ങിയതായി ദൃക്സാക്ഷികൾ വെളിപ്പെടുത്തി. സെവൂത്തയിൽ സുരക്ഷയും ശക്തമാക്കിയിട്ടുണ്ട്. നഗരത്തിലെ പ്രധാന തെരുവുകളിൽ പോലീസ് പെട്രോളിംഗ് ശക്തമാക്കിയപ്പോൾ സൂപ്പർ മാർക്കറ്റുകൾ ഉൾപ്പെടെയുള്ള പ്രധാന കേന്ദ്രങ്ങളിൽ സൈനികരെയും വിന്യസിച്ചു. പ്രതിസന്ധി രൂക്ഷമായതോടെ സ്പെയിൻ തീരത്ത് കടലിന് അടുത്തായി തടസ്സങ്ങൾ മനഃപൂർവ്വം സൃഷ്ടിക്കുകയും 1600-ലധികം പോലീസുകാരെ വിന്യസിക്കുകയും ചെയ്തിട്ടുണ്ട്. നഗരത്തിൽ സ്പാനിഷ് സൈന്യം പട്രോളിംഗ് നടത്തുന്നുണ്ട്. അനധികൃതമായി എത്തുന്നവരെ ഒരു കാരണവശാലും സ്പെയിനിൽ തങ്ങാൻ അനുവദിക്കില്ലെന്നും 72 മണിക്കൂറിനുള്ളിൽ മൊറോക്കോയിലേക്ക് തിരിച്ചയക്കുമെന്നും ആഭ്യന്തരമന്ത്രി ഫെർണാണ്ടോ ഗ്രാൻഡെ മാർലാസ്ക വ്യക്തമാക്കി. ജൂലൈ 30-ലെ സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ആവശ്യമായത്ര കാലം അധിക സേനയെ നഗരത്തിൽ നിലനിർത്തുമെന്ന് സ്പാനിഷ് ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കി. സെവൂത്തയിൽ ഇപ്പോഴും ഏകദേശം 5000 കുടിയേറ്റക്കാർ തുടരുന്നതായും അദ്ദേഹം വ്യക്തമാക്കി. അനധികൃതമായി പ്രവേശിച്ചവർക്ക് സെവൂത്തയിൽ തുടരാനോ സ്പെയിനിലെ മെയിൻലാൻഡിലേക്ക് പോകാനോ നിയമപരമായ പദവി നേടാനോ സാധിക്കില്ലെന്നും പ്രത്യേക സാഹചര്യങ്ങളിലുള്ള അപൂർവ കേസുകൾക്ക് മാത്രമേ ഇളവ് നൽകുമെന്നും മന്ത്രി വ്യക്തമാക്കി. തങ്ങാൻ നിയമപരമായ അവകാശമില്ലാത്തവരെ മൊറോക്കോയിലേക്ക് തന്നെ തിരിച്ചയക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതിർത്തിക്ക് സമീപം കമ്പിവല ഘടിപ്പിച്ച പോലീസ് വാഹനങ്ങളും റോഡ് ചെക്ക് പോസ്റ്റുകളും ഉൾപ്പെടെ സുരക്ഷാ സംവിധാനങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. കാസാബ്ലാങ്ക, ഫെസ്, കെനിത്ര തുടങ്ങിയ നഗരങ്ങളിൽ നിന്ന് വടക്കൻ മൊറോക്കോയിലേക്ക് പോകുന്ന ട്രെയിനുകളിലും ബസ്സുകളിലും കുടിയേറ്റക്കാരുടെ സംഘങ്ങൾ കയറുന്നത് തടയാനും അധികൃതർ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. അതേസമയം സെവൂത്തയിലെത്തിയ ചില കുടിയേറ്റക്കാർ തന്നെ മറ്റുള്ളവരുടെ അപകടകരമായ കടന്നുകയറ്റ ശ്രമങ്ങളിൽ നിന്നും വിട്ടുനിൽക്കണമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഫെസിൽ നിന്നുള്ള ഡ്രിസ് സാധിക്കുന്ന 22-കാരൻ സെവൂത്തയിലെത്താൻ 5 മണിക്കൂർ തുടർച്ചയായി നീന്തിയതായി പറഞ്ഞു. അതിർത്തി കടക്കാൻ ശ്രമിക്കുന്നവരോട് ഇപ്പോൾ അതിർത്തി കടക്കരുത്, നിങ്ങൾ കഷ്ടപ്പെടുക മാത്രമേ ഉള്ളൂ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മുന്നറിയിപ്പ്. ജൂലൈ 30-ന് സെവൂത്തയിലേക്ക് വലിയ തോതിൽ കുടിയേറ്റക്കാർ ഒഴുകിയെത്തിയതിനെ തുടർന്ന് സ്പെയിൻ പ്രതിരോധ നടപടികൾ ശക്തമാക്കിയിരുന്നു. സെവൂത്തയും മെലിയിലെയും ആഫ്രിക്കൻ മണ്ണിലുള്ള യൂറോപ്യൻ യൂണിയന്റെ പ്രധാന കര അതിർത്തികൾ കൂടിയാണ്. അതിനിടെ സെവൂത്തയിലെ കുടിയേറ്റ പ്രതിസന്ധി സ്പെയിനും ഇറ്റലിയും തമ്മിലുള്ള നയതന്ത്ര തർക്കത്തിനും വഴിവെച്ചിരുന്നു. മൊറോക്കോയിൽ നിന്ന് സെവൂത്തയിലേക്കുള്ള നിയന്ത്രണമില്ലാത്ത കുടിയേറ്റത്തെ സുരക്ഷാ ഭീഷണിയായി ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി വിശേഷിപ്പിച്ചതിനെ തുടർന്ന് സ്പെയിൻ ശക്തമായിട്ടായിരുന്നു പ്രതികരിച്ചത്. ഇതിനിടെ സെവൂത്തയിൽ ശേഷിക്കുന്ന കുടിയേറ്റക്കാരുടെ രേഖകൾ സ്പാനിഷ് അധികൃതർ പരിശോധിച്ചു വരികയാണ്. നിയമപരമായി തുടരാൻ അവകാശമില്ലാത്തവരെ കണ്ടെത്തി നടപടികൾ പൂർത്തിയാക്കി മൊറോക്കോയിലേക്ക് തിരിച്ചയക്കാനാണ് അധികൃതരുടെ നീക്കം. കുടിയേറ്റം നടക്കുന്നതിനിടയിൽ തന്നെ സെവൂത്തയിലെത്തിയ പ്രായപൂർത്തിയാകാത്ത ചില പെൺകുട്ടികൾ പീഡനത്തിന് ഇരയായെന്ന ആരോപണങ്ങളും ഇതിനിടയിൽ പുറത്തു വന്നിട്ടുണ്ട്.